ഹായ്. അപ്പോഴും നമ്മൾ കുറേ നാളിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്, മാല. പക്ഷേ അത് സിമ്പിളാണേലും അത് ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ ബാക്ക് തിരുക്ക് കണ്ടിട്ടില്ലേ, ആ തിരുക്കാണ് ഈ ഒരു സംഭവമാണ് തിരുക്കെന്ന് പറയുന്നത്. ഇത് സിൽവർ, ഗോൾഡ്, ആൻറ്റിക്ക് ഈ കളറുകളിൽ നമുക്ക് ഈ തിരുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് വലിയ റേറ്റൊന്നും വരില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടികൾക്കായാലും അല്ലെങ്കിൽ ഒരു ലെയർ ഇടുന്നവർക്കൊക്കെ ഇതുപോലത്തെ മാലകൾ പേളൊക്കെ വരില്ലേ. ഞാൻ ഇതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ തിരുക്ക് അന്ന് വ്യക്തമായിട്ട് കണ്ടില്ല എന്നുള്ളത് അത് എനിക്കും അറിയാം. ഞാനും എന്തോ ഒരു ധൃതി പിടിച്ചിരുന്ന സമയത്തായിരുന്നു അത് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ധൃതി പിടിക്കാതാണ് ആ തിരുക്കിന്ന് കാണിച്ചു തരാൻ പോവാണ്. അതെല്ലാവരും ഓർത്ത് വെച്ച് ചെയ്തോണം. ഒറ്റ ലെയർ മാലയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ തിരുക്ക്. അപ്പോൾ ഹൂക്കാൻ ചെയിനങ്ങ് മാറ്റാം, ഇതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ എൻഡിൽ കണ്ടോ, ഇത് ഞാൻ ഷുഗർ ബീഡ്സ് ഇട്ടേക്കാണ്. ഷുഗർ ബീഡ്സാണ് നമ്മൾ കെട്ടുന്നത് ഇതിൻ്റെ എൻഡിൽ. അത് ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം, ഈ ഷുഗർ ബീഡ്സ് എന്ന് പറയുന്നത് വലിയതെടുത്ത് കെട്ടരുത്. കാരണം ഇതിനകത്ത് ഇതൊരു ചെറിയ സംഭവമാണ്. ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് മാത്രമേ കെട്ടി നോക്കാവൂ. പഞ്ചസാര മുത്തില്ലെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ കയ്യിൽ പിന്നെ ഇത് കാണുമല്ലോ, നമ്മുടെ ഗുങ്കുരു കാണുമല്ലോ, അതിൻ്റെ ചെറിയ ഗുങ്കുരു കാണുമല്ലോ, അത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അതെടുത്താലും മതി. അതെല്ലാം ഷുഗർ ബീഡ്സ് വെച്ച് അവർ ചെയ്തേക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നാളായില്ലേ സംസാരിച്ചിട്ടൊക്കെ, എൻ്റെ സംസാരം കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് പിന്നെ കമൻസിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ എന്നെ പേഴ്സണലായിട്ടും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, മെസ്സേജൊക്കെ വഴി. അപ്പോൾ ഇത് ഞാനിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പശ തേച്ച് റെഡി ആക്കിയിട്ട് വേണം ഇത് കെട്ടാൻ. അല്ലെങ്കിൽ നമ്മളിതെല്ലാം തയ്യാറാക്കി അങ്ങോട്ട് കയറ്റി വിടുമ്പോഴത്തേക്ക് തിരിച്ചതുപോലെ ഇങ്ങനെ ഇറങ്ങി വരും. ഷുഗർ ബീഡ്സ് അതിനകത്ത് വിരിക്കും, നൂല് സൂചി നമ്മുടെ കയ്യിൽ ഇരിക്കും. അപ്പോഴും നമ്മൾ കെട്ടി ഇതിൻ്റെ ഏത് വശത്ത് വേണേലും ഏത് ഹോൾ വഴി വേണേലും നമുക്ക് ഇടാം. ആദ്യം ഇത് തന്നെ എന്നൊന്നും ചിന്തിക്കണ്ട. എന്തായാലും അകത്തൂടെ വേണം വിടാൻ. ഹോൾ ഉള്ളിടത്തൂടാണ് സൂചി അകത്തോട്ട് കയറ്റി വിടുന്നത്. നോക്കിക്കോണേ. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത് വലിയൊരു കാര്യമാണ്. കണ്ടോ, ഇത് കണ്ടോ, ഈ ഷുഗർ ബീഡ്സ് അകത്തോട്ട് കയറിപ്പോണം. ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ അകത്തോട്ട് കയറ്റി വിടുന്ന സമയം ഈ ഷുഗർ ബീഡ്സ് വെളിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ അതിനെടുത്ത് അപ്പോഴേ മാറ്റിക്കോളൂ. അത് പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഫുള്ള് ഇതുപോലത്തെയൊക്കെ മോത്തി ബീഡ്സുകളൊക്കെ ധാരാളം കിട്ടും. മോത്തി എന്ന് മാത്രമല്ല, ക്രിസ്റ്റൽസ് എല്ലാം നമുക്ക് ധാരാളം കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു എൻഡ് എടുക്കുക, ഇതിൻ്റെ ഒരു എൻഡ് കെട്ടുക, ഗിയർ ലോക്ക് ഇടുക. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് അഴിക്കാതെ തന്നെ നമുക്കൊരു മാല ചെയ്യാൻ പറ്റും. ഈ ഗിയർ ലോക്ക് ആദ്യം അങ്ങോട്ട് കയറ്റി വിടുക. എന്നിട്ട് ഹൂക്കാൻ ചെയ്യുന്നതിനകത്തൂടെ തന്നെ ഈ ലോക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഗിയർ ലോക്ക് വഴി നമ്മൾ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അവിടെ അങ്ങ് ലോക്കായി പ്രസ് ചെയ്താൽ മതി. അങ്ങനെ രണ്ട് വശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹൂക്കിട്ട് കൊടുത്താൽ മതി. അഴിക്കാതെ തന്നെ നമുക്കാവും. അപ്പോൾ ഇത് അഴിക്കാതെ തന്നെ നമുക്ക് ഈ മുത്ത് ഇതിനകത്ത് വെച്ച് തന്നെ നിങ്ങൾ കയറ്റിവിട്ടാൽ സ്പീഡിൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങ് നടക്കും. ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി. ഞാൻ പല ഇതിലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്, മിക്ക ആൾക്കാർക്കും അറിയാം. എൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് സങ്കടമുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത് തുടർന്ന് പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇടവേളയെന്ന് പറഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മോളുടെ കല്യാണമൊക്കെ കഴിയുന്നിടം വരെ ഇങ്ങനെയൊക്കെ ഒന്ന് സാമട്ടിലേ പോകാൻ പറ്റുള്ളൂ. എങ്കിലും ഞാൻ വരും കേട്ടോ. നല്ല ജ്വല്ലറി ആയിട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതാണ് പറ്റി പോകുന്നത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം നിർത്തിയതല്ല. ആരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി മനഃപൂർവ്വം നിർത്തിയതാണോ എന്ന്. അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ നിർത്തിയിട്ടില്ല. ആരെയും പേടിച്ചിട്ട് നിർത്താനും പോകുന്നുമില്ല. പിന്നെ വിഷുവിൻ്റെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനായിട്ട് എൻ്റെ ബാഗ് നിർമ്മാണത്തിന് ധാരാളം പേര് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. ആ ബീഡ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കുറച്ചൊക്കെ തിരക്കായതുകൊണ്ടാണ് എൻ്റെ ഈ ജ്വല്ലറി തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ വാചം അടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തു കണ്ടോ. ഇങ്ങനെയാണ് ഈ സംഭവം. ഇത് എല്ലാവരും തിരുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിലും പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിപ്പോകാൻ എളുപ്പമായി, ഇറങ്ങി വരാനാണ് ഇച്ചിരി പാട് എന്നുള്ളത്. കാര്യം അത് എനിക്കറിയാം, ലൂസാവും. ഇറങ്ങിപ്പോകാൻ ഒരു പാടുമില്ല, ലൂസാവും. അതിനൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ വിശദമായിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്നെ എല്ലാവരും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർക്കാൻ ഒരു അവസരം കൂടിയാണിത്. വെളിയിലൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ പോകുന്നില്ല, സമയക്കുറവാണ് ധാരാളം. പിന്നെ ഞാനൊരു മാല കാണിച്ചില്ലേ, ഒരു പൊങ്കാലമാല കാണിച്ചതിന് ശേഷം ആ പൊങ്കാലമാല വിഷു വന്നിട്ട് നിന്നില്ല, ഈ നിമിഷം വരെയും നിന്നില്ല. ഈ മാല കണ്ട
ഈ മാലയുടെ പല പല കളറുകളാണ് എനിക്ക് ഓർഡറുകൾ അത്രയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഒരു പുതിയൊരു ഡിസൈൻ കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ഏർപ്പാടാക്കാൻ പറ്റത്തില്ല. ഇത് എനിക്ക് പെർഫെക്ഷൻ വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ ചെയ്താൽ അത് എങ്ങനെയാവുമെന്ന് എനിക്കൊരു പിടിയില്ല. എൻ്റെ പേരിലായിരിക്കും അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവരുടെ കയ്യിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പേര് ദോഷം എനിക്കല്ലേ. അതുകൊണ്ട് ഞാൻ മറ്റാരെയും ഏൽപ്പിക്കാറില്ല കേട്ടോ. പിന്നെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആരെയും ഏൽപ്പിക്കാറില്ല. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ബാഗിൻ്റെ ഓൺലൈനിൻ്റെ ക്ലാസ്സോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജ്വല്ലറിയുടെ ഓൺലൈൻ ക്ലാസ് ഞാൻ ആരംഭിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വന്നിതുപോലെ പറയാം. ഓരോ ജ്വല്ലറി കാണിക്കുമ്പോൾ ഞാൻ പറയാം. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ വരാം. അപ്പം നമുക്ക് എത്ര ദൂരെ ഇരുന്നാലും നമുക്ക് പഠിക്കാനും പറ്റും. അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മളൊരു 10-15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്തുനിന്ന് പോയി. അപ്പോഴും അത്രയൊന്നും പോരാ. ചില വീഡിയോസ് ചില ജ്വല്ലറി കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ സമാധാനത്തോടെ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ സകല സീക്രട്ടുകളും അവർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇത് അതിനൊന്നും പറ്റത്തില്ല, മനസ്സിലായി? ഇത് സമയമാണ് മെയിൻ ആൾക്കാർ നോക്കുന്നത്. അവരെല്ലാം അങ്ങോട്ട് ഓടിച്ചിട്ട് നോക്കിയിട്ട് അവസാനം കൊണ്ട് അങ്ങ് ഫിനിഷാക്കും. മറ്റേത് അവർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ കാര്യത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ മാലയാണ്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കാണരുത് എപ്പോഴും നൂല്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പശ തേച്ച് റെഡിയാക്കി വെക്കുക. ഈ പശയിലാണ് ഇതിൻ്റെ കാര്യങ്ങളിരിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ലൂസാകുന്നെന്ന് പറയുന്നത്. പശ തേച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മൾ ബാഗിന് വേണ്ടി രജിസ്ട്രേഷൻ ബുക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഒരു നല്ലൊരു ജ്വല്ലറി നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല സ്ഥലത്തിരിക്കുന്നവർക്കാണ് നമ്മൾ ഇങ്ങനെ ബാഗിൻ്റെ നിർമ്മാണം കാണിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഇത് കറക്റ്റാണോ, ഓക്കെ ആണോ, ഇതൊക്കെ ആ സമയം നമ്മളിത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് ചിലപ്പം പല സംശയങ്ങൾ കാണും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തവരുമായിട്ട് നമ്മളൊരു സൂം മീറ്റിംഗ് പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിടയിൽ ഒരു അടുപ്പം ഉണ്ടാകും. അതിനുവേണ്ടി ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു ജ്വല്ലറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ബുക്ക് ചെയ്തവർക്ക് വേണ്ടിയാണ്. ഇനിയും ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനത് ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇതിനകത്ത് തന്നെ വന്ന് പറയും കറക്റ്റ് എപ്പോഴാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി ജോയിൻ ചെയ്തവർക്ക് ഞങ്ങൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അതുവഴി നമുക്ക് കയറാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക കാര്യങ്ങളൊക്കെ. ഇനി തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ആദ്യം ഹോളുള്ള വശത്തൂടല്ലേ കയറിയത്, അകത്തോട്ട് കയറിയത്. ഇനി നമ്മൾ അങ്ങനെയല്ല കയറുന്നത്. ഇതാണ്ട് ഇനി ഇത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൂടെ അകത്തോട്ടാണ് പോകുന്നത്. ഇതാണ്ട് ഇതുവഴി ഇങ്ങനെ അകത്തോട്ട് കയറും കേട്ടോ. ഇതാണ്ട് ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചിറങ്ങാൻ പോകുന്നത്. കണ്ടല്ലോ. ഇതാണ്. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു ഷുഗർ ബീഡ്സ് ഇവിടോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്താണ്ട് ഇതുപോലൊരു ഷുഗർ ബീഡ്സ് വളരെ നൈസായിട്ടുള്ളത് മതി കേട്ടോ. പല ടൈപ്പിൽ ഇരിക്കുന്ന ഷുഗർ ബീഡ്സാണ്. ഇതിങ്ങനെ അങ്ങോട്ട് വയ്ക്കുക, ഇതിനകത്തിട്ട് വയ്ക്കുക. പക്ഷേ ഈ മുത്ത് അകത്തോട്ട് വിടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ബ്ലോക്ക് ചെയ്യാനുണ്ട്. അതാണ് ഈ ഒരു നൂല് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഷുഗർ ബീഡ്സ് വെളിയിൽ വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് കണ്ടോ? ഇത് വെച്ച് ഇത് വെളിയിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ നൂലിനെങ്കിലും വെച്ചിട്ട് ഇതാണ്ട് സൂചി മാത്രം കയറ്റി വിടുകയാണ്. കണ്ടോ? അകത്തോട്ട് പോയി. കണ്ടോ? ഇങ്ങനെയാണ് ഈ സംഭവം നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുത്തിനകത്തൂടെ നമുക്ക് ഇറങ്ങാം. ഇതാണ്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചേക്കല്ല ചെയ്യുന്നത്. ഇതിനെ മെല്ലെ നമുക്ക് ഊരിയെടുക്കാം. കണ്ട? അല്ലാതെ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളാരും വിചാരിച്ചാൽ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സംഭവം നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ നൂല് അത്യാവശ്യമാണ്. അതും വളരെ തിന്നായിട്ട് നമ്മുടെ ജ്വല്ലറിയുടെ നൂല് തന്നെ എടുത്താൽ മതി, വേറൊന്ന്. എന്നിട്ട് ഇവിടെ ഇട്ട് ഒരു കെട്ടുക. ഇപ്പം മനസ്സിലായല്ലോ? ആശയ്ക്ക് അത്യാവശ്യമായിരുന്നു ഇതൊന്നും. ആശയെന്ന് മാത്രമല്ല, ആശയെപ്പോലുള്ള ഒരുപാട് ആശമാരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുക്ക് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണിത്. ചെറിയ ലോകം വലിയ മനുഷ്യർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ
കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയും ഒരു ലൂസും ഇല്ല കണ്ടോ, നിങ്ങൾ നോക്ക്, ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ. നമ്മളെപ്പോഴും വലിയ വലിയ ജ്വല്ലറി കാണിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, ചെറിയ ചെറിയ ജ്വല്ലറികളും കാണിക്കണം അല്ലേ. പിന്നെ അതിന് മുമ്പ് ഒരു ബീഡ്സ് നമ്മൾ ഫസ്റ്റ് ഇടുമല്ലോ, ഫസ്റ്റ് ഇട്ടാണല്ലോ നമ്മൾ ഇറങ്ങി വരുന്നത്. ആ സമയം തന്നെ നിങ്ങൾ അതിൻ്റെ ആ ബാക്കി ഭാഗം ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് നോക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് എല്ലാം കഷ്ടപ്പെട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവസാനം കയറില്ല, അങ്ങോട്ട് തിരിക്കങ്ങോട്ട് കറക്റ്റ് ആകില്ല. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഒന്ന് നോക്കിക്കോണം, ഒരു മുത്തിട്ടിട്ട് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അതിനകത്ത് ഷുഗർ ബീഡ്സ് വലിയ ബീഡ്സ് എടുക്കാതെ മാക്സിമം തിന്നായിട്ടുള്ള ബീഡ്സ് തന്നെ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയ കാര്യമാണെന്ന് വെച്ച് ആരും ദുഃഖിക്കേണ്ട, ഇത് പലർക്കും ചെയ്യാൻ പറ്റും. ഞാനൊരു ചെറിയൊരു സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് തിരിക്ക് കാണിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഇപ്പം പേളൊക്കെ ഒറ്റ പേള് സിമ്പിളായിട്ടൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്ക് ഈ തിരിക്ക് നല്ലതാണ്. പിന്നെ ഇതൊന്നും പറ്റാത്തവരാണ് മാഗ്നറ്റിക്കിൻ്റെ ലോക്കുകൾ വരുന്നത്. അത് ഈസിയാണ്, അത് ഇങ്ങനെ എടുക്കാൻ ടക്ക് നങ്ങ പൊട്ടും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എപ്പോഴും ആ മാഗ്നറ്റിക്കിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ, നല്ല ലോക്കിനൊക്കെ നല്ല വില കാണും. പക്ഷേ ഇത് മതി, തിരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്താ പറയുന്നു? ഇതിപ്പോൾ എൻ്റെ കഴുത്തിലൊന്നും ഇടുന്നില്ല കേട്ടോ, ഇട്ട് കാണിച്ചിട്ട് കൊള്ളാമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കൊള്ളാം എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വരും, നിങ്ങളാരും വിഷമിക്കേണ്ട. ശനിയെന്നൊന്നും നോക്കുന്നൊന്നുമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരാം, നിങ്ങളെല്ലാം കാണാം, നമുക്ക് ഓരോ ജ്വല്ലറികൾ പരിചയപ്പെടുത്താം. പിന്നെ കുറച്ച് നല്ല ഈ ബീഡ്സുകളുണ്ടല്ലോ, ഗോൾഡൻ ബീഡ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ, റൈസ് പേള് പോലത്തേക്ക് ഡിസൈനുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചുള്ള മാലകളുമായിട്ടൊക്കെ ഞാൻ വരാം, താമസിക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. അപ്പോൾ ഓക്കെ, ബൈ.